ഖത്തറിനെ എത്രമാത്രം വേട്ടയാടിയെന്ന് നാം കണ്ടതാണ്. എന്തുകൊണ്ട് അമേരിക്കയുടെ ചെയ്തികൾക്ക് ലോകം ശബ്ദമുയർത്തുന്നില്ല? ഇംഗ്ലണ്ട് ഇതിഹാസം റൈറ്റിന്റെ വാക്കുകളാണിത്. ലോകകപ്പ് നടക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ അമേരിക്കൻ മണ്ണിൽ നടക്കുന്ന ചില സംഭവങ്ങൾ ലോകത്തിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. സൊമാലിയൻ ചരിത്രത്തിലെ ആദ്യ റഫറി എന്ന ചരിത്ര നേട്ടത്തിലേക്കായിരുന്നു അദ്ദേഹം പറന്നെത്തിയത്. ഒമർ അർട്ടാൻ. തകർക്കാൻ നോക്കിയവർക്ക് മുന്നിൽ തലകുനിക്കാത്തവൻ്റെ പേര്. 2025 CAF ചാമ്പ്യൻസ് ലീഗിലെ മികച്ച റഫറിയായി തിരഞ്ഞെടുക്കപ്പെടുകയും അമേരിക്കൻ കാൽപന്ത് മാമാങ്കത്തിന് നിയന്ത്രിക്കാൻ അനുവാദം ലഭിക്കുകയും ചെയ്തു. എന്നാൽ അമേരിക്കയിലെത്തിയ ഉമറിന് നേരിടേണ്ടി വന്നത് മറ്റൊന്നായിരുന്നു. US ഇമിഗ്രേഷൻ അധികൃതർ അദ്ദേഹത്തെ തടയുകയും താൻ ഒട്ടും സുരക്ഷയില്ലാത്ത നാട്ടിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിസ റദ്ദാക്കുകയാണ് ചെയ്തത്. US ഇമിഗ്രേഷൻ പോളിസി അഥവാ ആ രാജ്യത്തിലേക്ക് ആര് കയറണമെന്ന് തീരുമാനിക്കുന്ന നയം ഒരാളുടെ സ്വപ്നങ്ങളെ അവിടെ ഇല്ലാതാക്കുകയാണ് ചെയ്തത്. അവർ തടഞ്ഞത് ഒരു റഫറിയെ മാത്രമായിരുന്നില്ല, ഒരു രാജ്യത്തിൻ്റെ അഭിമാനത്തെയും കൂടിയായിരുന്നു. അമേരിക്കൻ മണ്ണിൽ സ്വന്തം സ്വപ്നങ്ങളെ ബാക്കിയാക്കി വന്ന അർട്ടാന് സൊമാലിയക്കാർ നൽകിയ വരവേൽപ്പ് എന്നുള്ളത് ലോക ചരിത്രത്തിൽ ഒരു റഫറിക്കും ഇന്നോളം ലഭിക്കാത്തതായിരുന്നു. ഇൻഷാ അല്ലാഹ് 2030 ലോകകപ്പിൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. സൊമാലിയൻ പതാക ഞാൻ അഭിമാനത്തോടെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യും. ഏറ്റവും ഒരു കഠിനമായ ഘട്ടത്തിന് ശേഷം ഒമർ ലോകത്തോട് വിളിച്ചു പറഞ്ഞ സന്ദേശമാണിത്.